ഹലോ ഷാലോം, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ പേജുകളിലേക്ക് സുസ്വാഗതം. 1910 യൂറോപ്പിൽ ജനിച്ചൊരു പെൺകുട്ടി. അവൾ വളർന്ന് സന്യാസം സ്വീകരിച്ചു. സേവനത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിലെ ലൊറേറ്റോ കോൺവെന്റ് സ്കൂളിൽ അധ്യാപികയായി ജോലി ആരംഭിച്ചു. ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിലേക്ക് വരെ അവർ ഉയരുന്നുണ്ട്. എന്നാൽ ലൊറേറ്റോ സ്കൂളിന്റെ മതിലുകൾക്കപ്പുറം തെരുവോരങ്ങളിൽ വേദനിക്കുന്നവരിലേക്ക് അവളുടെ മനസ്സും ആത്മാവും ഒക്കെ നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ തൻ്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് ഒരു അധ്യാപിക എന്ന ജോലി ഉപേക്ഷിച്ച് അവർ തെരുവിലേക്കിറങ്ങി. തെരുവിലാണ് തൻ്റെ സേവനം ആവശ്യമെന്ന ഉൾവിളി ലഭിച്ചപ്പോൾ താൻ അംഗമായിരുന്ന സന്യാസ സമൂഹവും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. നീലക്കരയുള്ള വെള്ള സാരിയെടുത്ത് അവൾ തെരുവിലേക്കിറങ്ങിയപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ അവളെടുത്ത തീരുമാനത്തെ അത്ഭുതത്തോടെ നോക്കി. ചിലരൊക്കെ വിമർശിച്ചു. എന്നാൽ അവളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അവരുടെ ശുശ്രൂഷകളെ മാനിച്ചുകൊണ്ട് 1979 നോബൽ പുരസ്കാരം അവരെ തേടിയെത്തിയത്. കാരുണ്യത്തിൻ്റെ അമ്മയെന്ന് ലോകം മുഴുവനും ഇന്നും മദർ തെരേസയെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഡിസിഷൻസ് മാറ്റേഴ്സ്. അത് ഓരോ ദിവസത്തിൻ്റെയും സാധാരണമെന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാകാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിടുമാറെടുത്ത ശക്തമായ തീരുമാനങ്ങളായിരിക്കാം. ആ തീരുമാനമെടുത്തതിൻ്റെ ഓർമ്മയൊന്ന് എഴുതാമോ? എഴുതി വരുമ്പോൾ മനസ്സ് പറയും, ആർക്കാണ് നന്ദി പറയേണ്ടതെന്ന്. കനൽ വഴികളിൽ കൈപിടിച്ച പ്രിയപ്പെട്ടവർക്കോ, കൂരിരുട്ടിൽ സ്വയം തിരിതെളിച്ച് മുന്നേറിയ നമുക്ക് തന്നെയോ? ഒരാളിലേക്കെങ്കിലും ഇന്നീ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ മറക്കേണ്ട. നന്മ വളരട്ടെ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.